ഹലോ ബൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ്. അതായത് ഓരോ മാസത്ത് ചില പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തിനും ഒരു പ്രത്യേകത പറയുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഓരോ മാസത്തെ ഓരോ ദിവസം ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതിലത്തെ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 1. ഇമ്പോർട്ടൻ്റ് ഡേ ഏതാണെന്ന് നോക്കിയാൽ ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ നോക്കാൻ പോകുന്നത് ജനുവരിയിലത്തെയാണ്. അപ്പോൾ ജനുവരിയിൽ നമ്മുടെ നാഷണൽ, അതായത് ഇന്ത്യൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇതാണ് നമ്മൾ നോക്കുന്നത്. രണ്ടും കൂടി കൂടിയിട്ടാണ്. അപ്പോൾ ജനുവരി 1 അത് ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ജനുവരി 2 വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജനുവരി 4 വേൾഡ് ബ്രെയിൽ ഡേ. ബ്രെയിൽ ഡേ എന്ന് പറഞ്ഞാൽ ലൂയി ബ്രെയിൽ, നമ്മുടെ ബ്രെയിൽ ലിപി കണ്ടെത്തിയ ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജനുവരി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ബേർഡ് ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഇന്ത്യൻ്റെയാണ്, ഇന്ത്യയിൽ ആചരിക്കുന്നതാണ്. പിന്നെ ജനുവരി 6 എന്ന് പറഞ്ഞാൽ വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൺ, യുദ്ധത്തിൽ മരിച്ചപ്പെടുന്ന അനാഥമായ കുട്ടികളുടെ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജനുവരി 8 എർത്ത് റൊട്ടേഷൻ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അടുത്തതാണ് ജനുവരി 9. എല്ലാവർക്കും അറിയാം, NRI ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് ഇതായിട്ടാണ് നമ്മൾ ജനുവരി 9 NRI ഡേ ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ തിരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ 1915 അദ്ദേഹം തിരിച്ചു വരുന്നത്. പിന്നെ അടുത്താണ് ജനുവരി 10 എന്ന് പറയുന്നത് വേൾഡ് ഹിന്ദി ഡേ ആണ്. അതായത് ലോകത്തിൽ ഹിന്ദി ദിവസം എന്നാണ് ആചരിക്കുന്നത് കഴിഞ്ഞാൽ ജനുവരി 10. എന്നാൽ ഇന്ത്യയിൽ എന്നാണ് ആചരിക്കുന്നത് ചോദിച്ചാൽ സെപ്റ്റംബർ 14 നോക്കാം. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് മണ്ടറിൻ, അതായത് ചൈനീസ് ഭാഷയാണ്. രണ്ടാമത് ഇംഗ്ലീഷും, പിന്നെ മൂന്നാമത് ഹിന്ദിയാണെന്ന് നോക്കാം. പിന്നെ ജനുവരി 11 നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, അതായത് മുൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രീൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയിട്ടാണ് ജനുവരി 11 കണക്കാക്കുന്നത്. അദ്ദേഹം മരിച്ചത് ജനുവരി 11, 1966. എല്ലാവർക്കും അറിയാം, താഷ്കണ്ടിൽ ഓരോ ഇതിൽ വെച്ചിട്ട് പ്ലെയിൻ അപകടത്തിൽ മരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, അതുപോലെ തന്നെ ചിലർ പറയുന്നു അത് അല്ലാണ്ടുള്ള ഇഷ്യൂ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് മാൻ ഓഫ് പീസ് എന്നാണ്. ഫാൾ ഓഫ് സ്പാരോ പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്താണ് ജനുവരി 11 നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ, അതായത് നമ്മുടെ ഇന്ത്യയിലായിട്ടാണ് ആചരിക്കുന്നത്. അടുത്താണ് ജനുവരി 12 പറഞ്ഞ നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദൻ്റെ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് അന്നാണ് ജനുവരി 12, 1863 മൂപ്പർ ജനിക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നെ അടുത്താണ് ജനുവരി 13, ഇത് ലോറി ഫെസ്റ്റിവൽ. കാരണം ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കൊല്ലത്തെ ഏറ്റവും ആദ്യത്തെ വരുന്ന ഫെസ്റ്റിവലാണ് ഈ ലോറി ഫെസ്റ്റിവൽ. അതുകൊണ്ടാണ് ഈ ജനുവരി 13 ലോറി ഫെസ്റ്റിവൽ നമ്മൾ ഇതിൽ കണക്കാക്കുന്നത്, കൂട്ടുന്നത്. പിന്നെ ജനുവരി 15 അത് വേറെ ഒന്നുമില്ല, ആർമി ഡേ ആണ്. ആർമി ഡേ എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ആദ്യത്തെ നമ്മുടെ ആർമി ഡേ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ കമാൻഡർ ചീഫായിട്ട് വരുന്നത് KM കരിയപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ജനുവരി 15 ആർമി ഡേ ആയിട്ട് കണക്ക്. ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ കമാൻഡർ ഇൻ ചീഫൊക്കെ ആയിട്ട് വന്നിരുന്നത്. പക്ഷേ അതിന് ശേഷം ഒരു ആദ്യ ഇന്ത്യക്കാരൻ ഇതിൽ വരുന്നത് ജനുവരി 15. അതുകൊണ്ടാണ് ജനുവരി 15 ആർമി ഡേ ആയിട്ട് കണക്ക്. അടുത്താണ് ജനുവരി 16 ആചരിക്കാൻ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ടാണ്.
2021 മുതലാണ് ഇത് ആചരിക്കുന്നത്. പിന്നെ ജനുവരി 20 അത് പെൻഗ്വിൻ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നു, ഈ അടുത്ത് വന്നു. അടുത്താണ് ജനുവരി 21. വേറൊന്നുമില്ല, നമ്മുടെ മണിപ്പൂർ, അതുപോലെ തന്നെ ത്രിപുര, മേഘാലയ, ഈ 3 സംസ്ഥാനം രൂപീകരിച്ചത് ജനുവരി 21-നാണ്. 1972-നാണ് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ജനുവരി 21 ഈ 3 സംസ്ഥാനങ്ങളിലെ രൂപീകരണം ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്താണ് ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജയന്തിയായിട്ടാണ് ആചരിക്കുന്നത്. അത് വേറെ പേരിൽ അറിയപ്പെടുന്നത് പരാക്രം ദിവസ് എന്നും. അടുത്താണ് ജനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ടും ഇത് ആചരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നവംബർ 11 കൂടി ആലോചിക്കുക. അടുത്താണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ, അതുപോലെ തന്നെ ടൂറിസം ഡേ, അതും കൂടി ആലോചിക്കുക. VT എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ജനുവരി 25 വോട്ടേഴ്സ് ഡേ, അതുപോലെ തന്നെ ടൂറിസം ഡേ, ഇത് രണ്ടും നമ്മുടെ ഇന്ത്യയിലത്തെ ആണെന്നും കൂടി ആലോചിക്കുക, നാഷണൽ. അടുത്താണ് ജനുവരി 26, എല്ലാവർക്കും അറിയാം, റിപ്പബ്ലിക് ഡേ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട് ലോകത്ത്, അത് കസ്റ്റംസ് ഡേ. കസ്റ്റംസ് എന്ന് പറയാൻ നമ്മുടെ സാധാരണ ട്രഡീഷൻസ് എന്ന് പറയും, അതല്ല, ഇത് നമ്മുടെ കസ്റ്റംസ് വകുപ്പൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ എയർപോർട്ട്, അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റംസ് അവരുടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദിവസമായിട്ട് കണക്കാക്കുകയാണ് ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡേ. അടുത്താണ് ജനുവരി 27, അത് നാഷണൽ ജിയോഗ്രാഫിക് ഡേ ആയിട്ടും ആചരിക്കും. അടുത്താണ് ജനുവരി 28. ജനുവരി 28 എന്ന് പറയുന്നത് ബർത്ത് ആനിവേഴ്സറി ഓഫ് ലാല ലജപത് റായ് ആയിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, അതായത് നമ്മുടെ ലാല ലജപത് റായിൻ്റെ ജന്മദിനം. ഈ ലാല ലജപത് റായിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പഞ്ചാബ് കേസരി എന്നും, അതേപോലെ തന്നെ ലയൺ ഓഫ് പഞ്ചാബ് കേസരി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ലയൺ ഓഫ് പഞ്ചാബിൻ്റെ സിംഹം എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ജനിച്ചത് ഈ ജനുവരി 28 1865, അതായത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് 1863 ആണെന്നും ലാലാ ലജപത് റായ് ജനിക്കുന്നത് 1865-ലാണ്, 2 കൊല്ലത്തിൻ്റെ വ്യത്യാസത്തിൽ ഒന്ന് ആലോചിക്കുക. പിന്നെ ഈ ലാലാ ലജപത് റായ് മരിക്കുന്നത് 1928 നവംബർ 17-നാണ് കൂടി ആലോചിക്കാം. ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു യൂണിവേഴ്സിറ്റി ഇത് അടുത്ത് നാമകരണം ചെയ്തിട്ടുണ്ട്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ്, ഈസാറിലുള്ളതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി 28 ആചരിക്കുന്നത് വേറെ ഒന്നാണ്, അതായത് 128ാമത്തെ ബർത്ത് ആനിവേഴ്സറി മറ്റേ KM കരിയപ്പൻ കൂടി നോക്കുന്നുണ്ട്. പിന്നെ അടുത്താണ് ഡാറ്റ പ്രൈവസി ഡേ, അതും ജനുവരി 28. അടുത്താണ് ജനുവരി 29, എല്ലാവർക്കും അറിയാം, നാഷണൽ ന്യൂസ് പേപ്പർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് ലെപ്രോസി ഡേ. ഈ ലെപ്രോസി ഡേ ലാസ്റ്റ് സൺഡേ എന്നാണ് പറയുന്നത്, അത് ഇടയ്ക്ക് ചില മാറ്റം വരുന്നുണ്ട്. അടുത്താണ് ജനുവരി 30 മർട്ടിയർ ഡേ, അല്ലെങ്കിൽ ഷഹീദ് ദിവസമായിട്ടും ആചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി 31 അത് ഇൻ്റർനാഷണൽ സീബ്ര ഡേ ആയിട്ടും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി 1 നമ്മൾ പറഞ്ഞ ഗ്ലോബൽ ഫാമിലി ഡേ, അതുപോലെ തന്നെ ജനുവരി 2 ഇൻട്രോവേർട്ട് ഡേ, ജനുവരി 4 വേൾഡ് ബ്രെയിൻ ഡേ, ജനുവരി 5 നാഷണൽ ബേർഡ് ഡേ. അപ്പോൾ ഇത് നമ്മളെ ഇന്ത്യയിലത്തെയാണ്, അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോ ഹ്യൂ എന്നും കൂടി നോക്കി നോക്കാം. ജനുവരി 6 വേൾഡ് ഡേ ഓഫ് ഓർഫൻ ഡേ, ജനുവരി 8 എർത്ത് റൊട്ടേഷൻ, ജനുവരി 9 NRI ഡേ, ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ. അപ്പോൾ നമുക്ക് ഈ ജനുവരി 9, 10 നമുക്ക് ഓർത്തിരിക്കാൻ, അതായത് മഹാത്മാഗാന്ധി, നമുക്കറിയാം മഹാത്മാഗാന്ധി വന്നത് ജനുവരി 9-ന്, അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുകയെന്ന് നമുക്കറിയാം. അപ്പോൾ ഹിന്ദി ദിവസം എന്ന് ജനുവരി 10. പിന്നെ അടുത്താണ് ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി ദത്ത് ദിനമാണെന്ന് കൂടി ആലോചിക്കാം. ജനുവരി 11 നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ബർത്ത് ഡേ ആണ് സ്വാമി വിവേകാനന്ദൻ്റെ.
ജനുവരി 13 ലോഹ്രി ഫെസ്റ്റിവലാണ്. ജനുവരി 5 ആർമി ദിവസമാണ്. ജനുവരി 16 നമുക്കറിയാം സ്റ്റാർട്ടപ്പ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ജനുവരി 20 പെൻഗിൻ അവയർനെസ് ഡേ. പിന്നെ ജനുവരി 21 ഫൗണ്ടേഷൻ ഡേ. ഏതൊക്കെ? മണിപ്പൂർ, ത്രിപുര, മേഘാലയ. അപ്പോൾ അത് നമ്മൾ നോക്കി നോക്കുക. കാരണം നാഗാലാൻഡ്, മണിപ്പൂർ തൊട്ട് താഴെ കിടക്കുന്നു. പിന്നെ മിസോറാം. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നാഗാലാൻഡ് അതിൻ്റെ തൊട്ട് താഴത്താണ് മണിപ്പൂർ, പിന്നെ മിസോറാം, പിന്നെ ത്രിപുര ഇവിടെ ആയിട്ട് വരുന്നു. പിന്നെ അടുത്തത് മേഘാലയ ഈ ഭാഗത്തായിട്ട് വേണം. അപ്പോൾ മണിപ്പൂർ, ത്രിപുര, മേഘാലയ ഇത് മൂന്നും കൂടി അപ്പോൾ ആലോചിച്ച് നോക്കാം. പിന്നെ അടുത്താണ് ജനുവരി 20 സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയുടെ അതായത് പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നു. ജനുവരി 24 ഗേൾസ് ഡേ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഡേ. നമ്മുടെ അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നവംബർ 11 അത് നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഇതാണ് ആചരിക്കുന്നത് കൂടി ആലോചിക്കുക. ജനുവരി 25 വോട്ടേഴ്സ് ഡേ. അതുപോലെ തന്നെ ടൂറിസം ഡേ. നമ്മൾ പറഞ്ഞു VT 25 ആലോചിക്കാം. വോട്ടേഴ്സ് ഡേ, ടൂറിസം ഡേ. ജനുവരി 25. 26 എന്താ? ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡേ. അതുപോലെ തന്നെ റിപ്പബ്ലിക്. പിന്നെ ജനുവരി 27 നാഷണൽ ജോഗ്രഫി ഡേ. ജനുവരി 28 ലാല ലജ്പത് റായിൻ്റെ ജന്മ ദിവസമാണ്. അതായത് ജനുവരി 28 1865. 1863 ആരാ ജനിച്ചത്? വിവേകാനന്ദൻ. പിന്നെ മൂപ്പര് പഠിച്ചത് 1928 നവംബർ 17 പിന്നെ അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസി ഡേ ഉണ്ട്. പിന്നെ ജനുവരി 29 നാഷണൽ ന്യൂസ് പേപ്പർ ഡേ. അതുപോലെ തന്നെ വേൾഡ് ലെപ്രോസി ഡേ. ജനുവരി 30 മാർട്ടിയർ ഡേ അല്ലെങ്കിൽ ഷഹീദ് ദിവസ്. ഈ മാർട്ടിയർ ഡേ നമ്മൾ ആചരിക്കാൻ കാരണം നമുക്കറിയാലോ, ഡെത്ത് ഡേ ഓഫ് മഹാത്മാഗാന്ധി അല്ലേ. പിന്നെ അടുത്താണ് ജനുവരി 31 ഇൻ്റർനാഷണൽ സീബ്ര ഡേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ ആണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇനി ഫെബ്രുവരി അങ്ങനെ ഓരോ മാസത്തെയും ഇനി ഉണ്ട്. നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.